ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അധികം ഷോർട്സ് ആണ് ഇടൽ. എന്താ വെച്ചാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു, പുറത്തേക്ക് പോയാച്ചു. ഇന്ന് എന്തായാലും ലീവാണ്, മെയ് ഒന്നല്ല. അപ്പോൾ ബാങ്ക് അവധിയൊക്കെയാണ് വൈശാഖത്തിന്, അപ്പോൾ ആളന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു മിനി വ്ളോഗ് എന്ന രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അതാ ഞങ്ങൾ പുറപ്പെട്ടോണ്ട് നിൽക്കുകയാണ്. ഞാൻ മാറ്റി കഴിഞ്ഞ് ഇനി വൈശാഖേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഹായ്, മുടിയൊക്കെ തലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാണ്. കോഴിക്കോട് ചെറിയ ചെറിയ പരിപാടികൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നത് ബൈക്കിലല്ലേ. ഞങ്ങളെ ബൈക്ക് ഇതാ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുകയാണ് അവിടെ. ബസ് യാത്രയാണ്. അപ്പോൾ ബസ്സിലാണെന്ന് പോകുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഒരു ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒന്ന് തൊണ്ടയാടൊന്ന് പോകണം. നമ്മുടെ കല്യാൺ സാരീസാണോ സിൽക്സാണോ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ ഒന്ന് പോകണം. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വണ്ടി. ഇതാ കിടക്കുന്ന കിടപ്പ് കണ്ടാവും. ചങ്ങലയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അതിനെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസത്തെ റെസ്റ്റ് കൊടുത്തതാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കണം വണ്ടി. കാൽനടയാത്ര. വൈശേട്ടാ, സന്ധ്യ ആയിട്ടുണ്ട്, അതുകൊണ്ട് ലൈറ്റിന് കുറച്ച് കുറവുണ്ട്. ഇപ്പുറത്തെ വീട്ടിലെ കോഴി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം കാരന്തൂരേക്ക് ഏകദേശം കുറഞ്ഞ ദൂരമേ ഉള്ളൂ കേട്ടോ. ഒരു 200 മീറ്റർ 300 മീറ്റർ ഉള്ളൂ കേട്ടോ. കാരണം എളുപ്പമാണ്, യാത്ര ചെയ്യാനും വരാനൊക്കെ എളുപ്പമാണ്. ബസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി റോഡായതുകൊണ്ട് ഒക്കെ ഓട്ടോ സൗകര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമേ ഒരു ഇതുള്ളൂ. അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, എന്നാൽ പോലും ചെറിയൊരു ബുദ്ധിമുട്ട്. അതന്നെ, എന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടിയിൽ പോയിട്ട് ഇപ്പം നടക്കാൻ ഭയങ്കര മടിയാണ്. എന്താ അതാ ഇവളാണ് ലോകം അടിച്ച്. ഞങ്ങൾ ഇപ്പോൾ റോഡുമേലെത്തി. അപ്പം ഇനിയിപ്പോൾ സൗണ്ടൊന്നും കേൾക്കലുണ്ടാവില്ല. അങ്ങനെ ബസ് പോവാണ്. ബസ് കയറി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ. അപ്പം ഞങ്ങൾ ഇവിടെ തൊണ്ടയാടെത്തി. തൊണ്ടയാട് ഫസ്റ്റ് പോണത് നമ്മുടെ കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ബസ് ഇറങ്ങി അവിടുന്ന് ഇപ്പം കുറച്ചങ്ങോട്ട് മുന്നോട്ട് ബാക്കോട് നടക്കാം. അപ്പം ബാക്കോട് നടന്നിട്ട് അതിനത്രയൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണുക, ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. കാരണം ഇവിടെ എല്ലാ തരത്തിലും, അതായത് ഡ്രസ്സ് പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് നേരെ അങ്ങോട്ട് കാണാം. ഇതാണ് നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, പുതുതായിട്ട് ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റ്. നല്ല സെറ്റപ്പാട്ടോ അവിടെ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു മുന്നേ, അതുകൊണ്ടാണ് ഞാൻ കയറുന്നതിന് മുന്നേ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വൈഫ് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അവിടെ കുട്ടികളെ കലാപരിപാടികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ തൊട്ടപ്പുറത്ത് കുട്ടികളെ ചിത്രം വരയ്ക്കുന്നുണ്ട്, രചന സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ നോക്കിന്ന് കുറേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്യാണിലുള്ള സ്റ്റാഫും എല്ലാവരും ഉണ്ട്. നല്ല രീതിയിൽ ചിത്രം അവരിപ്പം കളറിങ് പെയിൻറ്റിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങളത് കുറേ നേരം നോക്കി നിന്നിട്ടോ. ചെറിയ മക്കൾ, ഒരു 10 വയസ്സുള്ളവരിതാ. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മാമീൻ്റെ മോൻ്റെ ഭാര്യേനെയൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അത് ആ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോയി, അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്.
അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്ന് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. അതായത് ഫസ്റ്റ് ഫ്ലോർ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിൻ്റെ വേറെ അതായത് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. താഴത്ത് മുകളിൽ ഡ്രസ്സിൻ്റെ ഫ്ലോറാണ്. അവളിപ്പോൾ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ പാവാട മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ സ്കേർട്ടും ടോപ്പും കൂടിയാണ്. അപ്പോൾ അത് സ്റ്റാഫിനോട് ചോദിച്ചു എത്രയാണ്. ഇതിനിപ്പം 2000 റുപ്പീസ് അതിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ പതുക്കെ അവിടുന്ന് ഇറങ്ങി. ഇത് അതായത് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ ജെൻസാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെൻസാണ്. അതെ, ജെൻസും പിന്നെ അതുകൂടാതെ തന്നെ കുട്ടികളതും എല്ലാം പാടിയാണ്. ഇത് തേർഡ് ഫ്ലോറിലാണ്. ഇത് അതിൻ്റെ ഫ്ലോറിന് അതായത് ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആട്ടോ അത് കാണുന്നത്. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ഫ്ലോറിലും ഓരോ ഇതാണ്. കുട്ടികളതുണ്ട്, അതേമാതിരി തന്നെ വലിയവരതുണ്ട്. ഇത് നമ്മുടെ ശരവണഭവനാട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ശരവണഭവൻ ഉണ്ട്, ഒരു ഹോട്ടലാണ്. എല്ലാം അതുണ്ട്. അവിടുന്ന് ഞങ്ങൾ എന്താ പറയുക ചെറിയ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതുക്കെ കഴിച്ചു. ചെറിയൊരു വടയും ഒരു ഇതും എല്ലാം പാടെ 99 ഉറുപ്പ്യയും. അപ്പോൾ ഞങ്ങൾ ഞാൻ ലൈമും അതുപോലെ തന്നെ രണ്ട് വടയും, അതായത് 2 ലൈമും 2 വടയും ഞങ്ങൾ കഴിച്ചു. 99 ഉറുപ്പ്യ. വടക്ക് 17 ഉറുപ്പ്യാണ്. 2 വടക്ക് ഒരൊറ്റ വടക്ക് 17 ഉറുപ്പ്യ. മറ്റേ ഇതിന് ലൈമിന് 30 ഉറുപ്പ്യ ഒന്നിന് ഞങ്ങൾ കഴിച്ചു. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ലൈമ് പോരാ, ലൈമ് അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ വട അടിപൊളിയായിരുന്നു. കുരുമുളക് ഇട്ടിട്ടുള്ള അടിപൊളി വടയായിരുന്നു. ഞങ്ങളതൊക്കെ കുടിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം വൈകി അവിടുന്ന് ഇറങ്ങാം. അതുകൊണ്ട് ഞങ്ങൾ ബസ് കയറി തിരിച്ചു പോവാട്ടോ. കാരണം വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബസ് കയറി തിരിച്ചു പോവാണ്. ഇപ്പം തൊണ്ടയാട് കഴിഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ പോയി, കല്യാൺ സിൽക്സിൽ പോയി. അവിടുന്ന് കുറച്ചൊക്കെ കണ്ട് ഞങ്ങളിവിടെ വീട്ടിലെത്തി. അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുകയാണ്. അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.